ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് നമുക്കെല്ലാവർക്കും ഉപകാരമുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു അച്ചാർ ഇടുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ബോട്ടിൽ കാണിക്കുന്ന നാരങ്ങ ഞങ്ങൾ ഈ ഒരു മാസം നാരങ്ങ വെള്ളം കുടിച്ചതിൻ്റെ നാരങ്ങയാണ്. അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ട് ഒരുവിധം ആയതിന് ശേഷം അതൊരു ബോട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഉപ്പും വിനാഗിരിയും കൂടി ആക്കിയിട്ട് 2 ആഴ്ച വെച്ചതാണ്. അപ്പോൾ ഞാനിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചത് ഇപ്പം ഞങ്ങൾ വെക്കുന്നതാണ്. അപ്പോൾ ഇത് ഒരു ബോട്ടിലായി. അടുത്തതും അങ്ങനെ ആകുമ്പോൾ അതും കൂടി അച്ചാറിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഞാൻ ചീഞ്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നല്ലെണ്ണ ഇല്ല. പെട്ടെന്ന് നമ്മൾ എടുക്കുന്നതുകൊണ്ട് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചൂട് കാലത്തൊക്കെ നാരങ്ങയ്ക്ക് നല്ല വിലയാണ്. അധികം വീട്ടിലും നാരങ്ങ പിഴിഞ്ഞതിന് ശേഷം നമ്മൾ കളയുകയാണ് പതിവ്. അപ്പോൾ അതൊന്നും കളയാണ്ട് അത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് നാരങ്ങ വെള്ളവും കുടിക്കുക, അച്ചാറും ഉണ്ടാക്കുക. അങ്ങനെ 2 ഉപകാരമുണ്ട്. അപ്പോൾ വീട്ടമ്മമാരൊക്കെ ഇത് ഒന്ന് ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഞാനിതാ എണ്ണയിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ സമയം ഒരു വൈകുന്നേരം 7 മണി ആയിട്ടുണ്ട്. അപ്പോൾ പകലൊന്നും നമുക്ക് അടുക്കളയിൽ ഇപ്പം നിൽക്കാനേ പറ്റില്ല. പാലക്കാടായതുകൊണ്ട് ഒരുപാട് ചൂടാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ അത് അങ്ങനെ വിട്ടുപോയി. അപ്പോൾ ഇന്ന് എന്തായാലും ഉണ്ടാക്കണം വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് കറിവേപ്പില കൂടി വേണം. ഞാൻ ഫ്രിഡ്ജിൽ നോക്കട്ടെ, ഇവിടെയൊന്നും കാണാനില്ല. എവിടെയോ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് കറിവേപ്പില കൂടി അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കണം. എവിടെയാണ് വെച്ചതെന്നറിയില്ലല്ലോ. ഇവിടെ ഒരു കവറിൽ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ആക്കിയിട്ട് കിട്ടി. അപ്പോൾ ഇതാ ഈ കറിവേപ്പില കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കഴുകിയതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം. ഞാൻ പെട്ടെന്ന് അച്ചാർ തീരുന്നതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഒരുപാട് നാളൊക്കെ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് ആണെങ്കിൽ നമ്മൾ നല്ലെണ്ണ തന്നെ ചേർത്ത് കൊടുത്തിട്ട് അച്ചാർ ഉണ്ടാക്കണം. നമ്മുടെ വീട്ടിലൊക്കെ പെട്ടെന്ന് കഴിയും. അതുകൊണ്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അതൊന്ന് വഴറ്റി നന്നായിട്ടൊന്ന് ആയതിന് ശേഷം ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അച്ചാർ പൊടി ഇടുകയാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു രീതിയിലാണ് എപ്പോഴും ഉണ്ടാക്കാറുള്ളത്. അച്ചാർ പൊടി അങ്ങനെ വാങ്ങാറില്ല. അത് ഒന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ഉപ്പിലിട്ട് വെച്ച നാരങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഉലുവാപ്പൊടിയും കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഉപ്പിട്ട് വെച്ചതാണ്. അപ്പോൾ ഇത്തിരി കൂടുതൽ ഉപ്പിട്ടാലും ആ നാരങ്ങ അലിഞ്ഞ് സെറ്റായി വരുമ്പോൾ ഉപ്പൊന്നും കൂടില്ല. അതൊക്കെ കറക്റ്റായിരിക്കും. അപ്പോൾ ഇതാ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിതാ വിനാഗിരി കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആപ്പിളിൻ്റെ വിനാഗിരി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. അപ്പോൾ ഞാനിതാ സാധാരണ വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്ക് ബോട്ടിലേക്ക് ആക്കി വെക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അതേ പുളിയും അതേ ടേസ്റ്റും എല്ലാം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും വീട്ടിലും നാരങ്ങ പിഴിയുന്നതാണ്. അപ്പോൾ അതൊന്നും വേസ്റ്റാക്കി കളയാണ്ട് അതെല്ലാം നമുക്ക് എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഇപ്പോൾ സമയം ഒരു 7:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ അടുക്കളയൊക്കെ പാത്രങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിരന്ന് കിടക്കുന്നുണ്ട്. സമയം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ചൂടിനൊരു കുറവുമില്ല. അപ്പോൾ ഇതാ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്ക് അത് ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഒരു 2 ആഴ്ചയായി ഉപ്പിലിട്ട് വെച്ചതുകൊണ്ട് നാരങ്ങയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഞാനൊരു കഷ്ണം എടുത്തിട്ട് കഴിച്ച് നോക്കട്ടെ.
അപ്പോൾ ഇതാ കഴിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. 2 ആഴ്ചയായി നമ്മൾ ഉപ്പിലിട്ട് വെച്ചുകൊണ്ട് നാരങ്ങയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ കളയുന്ന നാരങ്ങയൊന്നും വേസ്റ്റാക്കി കളയാണ്ട് അതൊക്കെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ രീതിയിൽ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പം ഞാനിതാ കുറച്ച് തണുത്ത വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നല്ല ചൂടാണ്. അപ്പോൾ തണുത്ത വെള്ളം എത്ര കുടിച്ചാലും മതിയാവില്ല. അപ്പോൾ ഇത്തിരി വെള്ളം കുടിക്കട്ടെ. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായോ എന്നറിയില്ല. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. വീണ്ടും നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.